വധു എങ്ങനെയുണ്ട് ഉമ്മാന്റെ ന്യൂട്ടെല്ല ക്രിസ്പി ടോസ്റ്റ്? ഭയങ്കര ക്രിസ്പി, ഭയങ്കര ടേസ്റ്റ്. ഉള്ളിൽ നല്ല ന്യൂട്ടെല്ല ഫില്ലിംഗ്. ഒന്ന് ന്യൂട്ടെല്ല ഫില്ലിംഗ് ഒന്ന് കാണിച്ചെടുത്തോ. അപ്പം കേട്ടല്ലോ. അപ്പം നിങ്ങൾ കുട്ടികളുള്ള ആളാണെങ്കിൽ ഉറപ്പായിട്ട് ഇത് മിസ് ചെയ്യേണ്ട, ഉണ്ടായിക്കോ. ഈ ഒരു ന്യൂട്ടെല്ല ടോസ്റ്റിനായിട്ട് കുറച്ച് ബ്രെഡും വേണം, അതുപോലെ തന്നെ ന്യൂട്ടെല്ലയും വേണം. ഇനി നമുക്ക് ബ്രെഡിൻ്റെ അരിവശങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ബ്രെഡിൻ്റെ ഈ ഒരു സൈഡ് പാർട്ട് വേണ്ട കേട്ടോ. പിന്നെ വേണ്ടത് ഒരു മുട്ടയാണ്. ഈ ഒരു മുട്ട നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ മുട്ട നല്ല പോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ബ്രഷും കൂടി വേണം കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മൾ ബ്രെഡ് എടുക്കുക. ബ്രെഡ് നമുക്ക് ഇതാ കൈ ഉപയോഗിച്ചിട്ട് നല്ല പോലെ ഒന്ന് കുഴി വെച്ച് കൊടുക്കുക കേട്ടോ. ആ ന്യൂട്ടെല്ല ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നടുഭാഗം ഒന്ന് ജസ്റ്റ് കൈ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ന്യൂട്ടെല്ല 2 ടീസ്പൂൺ ന്യൂട്ടെല്ല എടുക്കാം. എന്നിട്ട് ആ ഒരു നമ്മൾ പ്രസ് ചെയ്ത ഭാഗമില്ലേ അവിടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ, ഞാൻ ആദ്യം ഉണ്ടാക്കിയേരം പെറുക്കിപ്പോയിന്. പിന്നെ പിള്ളേർ എന്താ പറയുക, ഇത് ഉണ്ടാക്കുന്നോട്ട് ബാക്കിൽ തന്നെ നടക്കിയത് കേട്ടോ. ഇനി വേണ്ടത് നമ്മൾ മുട്ട മിക്സ് ചെയ്തിട്ടില്ലേ, അത് നമുക്ക് ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ഈ ഒരു ബ്രെഡിൻ്റെ സൈഡ് പാർട്ടിൽ മൊത്തം 4 വശത്തും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നിതാ മടക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും കേട്ടോ. എന്നിട്ട് സൈഡെല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാ ബ്രെഡും ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. വളരെ ഈസിയാണ് ചെയ്തെടുക്കാൻ. ഞാനിപ്പോൾ ടോട്ടൽ 10 എണ്ണം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ബ്രെഡിലെല്ലാം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഉണ്ടല്ലോ, അതിൻ്റെ മേലിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാ ബ്രെഡിൻ്റെ മേലിലും ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം ബേക്കിംഗ് ട്രേയിലാണ് ബേക്ക് ചെയ്യുന്നത്. അതൊരു ബട്ടർ പേപ്പറിൽ വിരിച്ചിട്ട് അതിൻ്റെ മേലിൽ ബ്രെഡ് പീസസ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് എഗ്ഗ് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് നമുക്കിത് കുക്ക് ചെയ്തെടുത്തതിന് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് കൂടുതൽ വെക്കാൻ പാടില്ല, അന്നേരം കരിഞ്ഞു പോവും. 10 മിനിറ്റ് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഇനിയൊന്ന് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ന്യൂട്ടെല്ല ഞാനൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാനൊരു വീഡിയോക്കൊരു ഭംഗി കൂടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. കുറച്ച് പൗഡർ ഷുഗറും കൂടി അതിൻ്റെ മേലിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊട്ടും നിർബന്ധമുള്ള കാര്യമല്ല, വീഡിയോക്ക് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. അല്ലാതെ തന്നെ അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഇത് കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആൾക്കാർക്കും കഴിച്ചു പോകും. പക്ഷേ നമ്മൾ കൂടുതൽ കഴിച്ചാൽ പ്രശ്നം കേട്ടോ, ഷുഗർ വന്ന് കിടന്നു പോകും. അപ്പോൾ സൈഡ് ഭാഗം ഇങ്ങനെ ഒരു ഡാർക്കായിട്ടും മേലത്തെ ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവാം. അപ്പോൾ ഇത് ഞാൻ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എത്രത്തോളം എന്താ പറയുക ക്രീമി ആയിട്ടുള്ള ന്യൂട്ടെല്ല കിട്ടിയിട്ടുള്ളത്. സംഭവം റെഡി ആട്ടാ. അപ്പോൾ ഉമ്മൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക, പറ്റുന്നിടത്തോളം ഷെയർ ചെയ്യുക. അപ്പോൾ ശരി, എന്നാൽ ശരി.